നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാട്സപ്പിനകത്ത് യൂസർ നെയിം എന്നൊരു ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ കുറേ ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ, എന്നാൽ കുറേ ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാവർക്കും എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് കാണിച്ചിരുന്നത്. രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ വാട്സപ്പിനകത്തും ഈ ഫീച്ചർ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വാട്സപ്പിൻ്റെ യൂസർ നെയിം എന്നുള്ള ഫീച്ചർ പ്രധാനമായിട്ടും അത് സ്ത്രീകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മൊബൈൽ നമ്പർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതെ ഇനി മുതൽ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ സാധിക്കും. അതായത് നിങ്ങളുടെ ഒരാൾ നിങ്ങളുടെ വാട്സപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുത്താൽ മതി. അവർക്ക് യൂസർ ഐ ഡി വെച്ച് നേരെ നിങ്ങളോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ നമ്പർ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെങ്ങനെയെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ്. അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് ഇത്തിരി ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നോക്കി യൂസർ നെയിം എന്നുള്ള പേര്. ഈ യൂസർ നെയിം എന്നുള്ള പേരിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇതുപോലെ കാണിക്കും ക്രിയേറ്റ് യൂസർ നെയിം എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വാട്സപ്പുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ ഐ ഡി ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ ഐ ഡി വാട്സപ്പിനും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനും ഒരേ യൂസർ ഐ ഡി ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതിനകത്ത് ലിങ്ക് ചെയ്യാത്തൊരു വാട്സപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂസർ നെയിം എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ലൈവ് ടിപ്സ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണും. ഈ ഗ്രീൻ ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക ഈ യൂസർ ഐ ഡി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഞാനിവിടെ ആ 2 ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി എൻ്റെ മറ്റൊരു വാട്സപ്പിനകത്ത് ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള യൂസർ ഐ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഈ യൂസർ ഐ ഡി ലഭിക്കില്ല. കാണാൻ സാധിക്കും ഈ യൂസർ ഐ ഡി നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ യൂസർ ഐ ഡി നേരത്തെ ഒരു വാട്സപ്പിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ യൂസർ ഐ ഡി ആക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളം വൈകുന്നു ആ സമയം കൊണ്ട് നിങ്ങളുടെ അതേ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസർ ഐ ഡി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പേര് മറ്റാരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാനിവിടെ ലൈവ് ടിപ്സ് മീഡിയ 2 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് ഒന്നും ചെയ്യാൻ ആവശ്യമില്ല, താഴെ ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ മതി. ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കോൺടാക്റ്റ് മീ ബൈ യൂസർ നെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവരിവൺ എന്നാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ഒരു യൂസർ ഐ ഡി എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസർ ഐ ഡി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു യൂസർ ഐ ഡി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ യൂസർ ഐ ഡി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ചില ആളുകൾക്ക് ഇങ്ങനെ ഈ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഭാഗത്ത് അക്കൗണ്ടിലേക്ക് വന്നാൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട്. അവർക്ക് ഞാൻ കാണിച്ചുതരാം. എൻ്റെ മറ്റൊരു വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്ന് സെറ്റിങ്സിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ അക്കൗണ്ട് എന്നുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡി ഈ അക്കൗണ്ട് ഭാഗത്ത് കാണുന്നില്ലെങ്കിൽ, ചില ആളുകളുടെ വാട്സപ്പിനകത്ത് യൂസർ നെയിം എന്നുള്ളത് അക്കൗണ്ട് ഭാഗത്ത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈലിൻ്റെ ഏറ്റവും മുകളിൽ ഒരു പെൻ ഐക്കൺ കാണും. ഈ പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ നെയിം എന്നുള്ള പേരിൽ ഒന്ന് റിസർവ് യൂസർ നെയിം എന്നുള്ള കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ കണ്ട അക്കൗണ്ട് ഭാഗത്ത് ചില ആളുകൾക്ക് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചില വാട്സപ്പിനകത്ത് അങ്ങനെ കാണിക്കുന്നില്ല. അത്തരം ആളുകൾ ഇതേ സ്ഥലത്ത് വന്ന് ഇവിടെ വന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂസർ നെയിം ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും ഒന്നാണ്. ചില വാട്സപ്പിനകത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്, ചില വാട്സപ്പിനകത്ത് വാട്സപ്പിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സ് ഭാഗത്താണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഫീച്ചർ കിട്ടും. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ വാട്സപ്പിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.